ഒടുവിൽ ഇറാൻ കളത്തിലിറങ്ങി. ഹമാസിൻ്റെ സേനയ്ക്കൊപ്പം ഇറാൻ സേനയും ഉണ്ടാകും ഇനി ഇസ്രായേലിനെ നേരിടാൻ ഇറാൻ സൈന്യം ഗസയിലേക്ക് പുറപ്പെടുന്നു എന്നതാണ് യുദ്ധത്തിൻ്റെ ഏറ്റവും പുതിയ വാർത്ത. ഇറാൻ നേരത്തെ തന്നെ യുദ്ധപ്രഖ്യാപനം നടത്തിയിരുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവ് ഖൊമൈനി യുദ്ധപ്രഖ്യാപനം നടത്തി ഇസ്രായേലിനെതിരെ. അതിനുശേഷം റവല്യൂഷണറി ഗാർഡ്, അതായത് ഇറാൻ്റെ സേനയായ റവല്യൂഷണറി ഗാർഡിലെ ഭടന്മാർ ഗസയിലെത്തി ഹമാസിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. യുദ്ധം ഒരിടത്തും നിൽക്കുന്നില്ല. യുദ്ധം തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു ഇസ്രായേൽ സേന. ആരാധനാലയങ്ങളും ആശുപത്രികളും ഒക്കെ ആക്രമിക്കപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ ഇറാൻ ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തിയിരുന്നു. പക്ഷേ സേനയെ തീരുമാനിച്ചത് വളരെ പെട്ടെന്നാണ്. വളരെ രഹസ്യമായിട്ടായിരുന്നു. ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് മേധാവി ഹമാസ് മേധാവിയുമായി ബന്ധപ്പെട്ടതിൻ്റെ രേഖകൾ പുറത്തുവിട്ടത് ഹിന്ദുസ്ഥാൻ ടൈംസാണ്. കൃത്യമായി ഇരുവരും സംസാരിക്കുകയും തങ്ങളുടെ റവല്യൂഷണറി ഗാർഡിനെ ഗസയിൽ അയക്കാനും ഹമാസിന് സംരക്ഷണം നൽകാനും ഇറാൻ തീരുമാനിച്ചതോടുകൂടി യുദ്ധം പുതിയൊരു തലത്തിലേക്ക് പോവുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വൻ തിരിച്ചടിയാണ് ഇറാൻ്റെ ഈ നിലപാട്. മുമ്പ് ഇറാൻ പല പ്രാവശ്യം മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിരുന്നു. അമേരിക്കയ്ക്കും മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ആ മുന്നറിയിപ്പ് ഇരുവരും വകവച്ചില്ല. മാത്രമല്ല, ഇസ്രായേൽ ശക്തമായി ഗസയിൽ വ്യോമ ആക്രമണം നടത്തി. ഒരുപാട് പാവപ്പെട്ട ജനങ്ങളെ കൊന്നൊടുക്കി. ഗസയെ ശ്മശാന ഭൂമിയാക്കി മാറ്റി. അഭയാർത്ഥി ക്യാമ്പുകൾക്ക് നേരെയും ആശുപത്രികൾക്ക് നേരെയും ഒക്കെ ക്രൂരമായ ആക്രമണങ്ങൾ നടത്തി. ഇതൊക്കെയാണ് ഇറാനെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് ഗസയിൽ എത്തുന്നതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതി മാറും. ഇതുവരെ ഇറാൻ തങ്ങളുടെ സൈനിക ശക്തികളായ ഹിസ്ബുള്ളയെയും ഹൂതി വിമതരെയും ഉപയോഗിച്ചാണ് ഹമാസിനെ സംരക്ഷിച്ചതും ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തിയതും പ്രതിരോധം തീർത്തതും. പക്ഷേ ഇപ്പോൾ ഇറാൻ സ്വന്തം സൈന്യത്തെ തന്നെ ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതോടുകൂടി യുദ്ധത്തിൻ്റെ ഗതിയും യുദ്ധത്തിൻ്റെ രീതിയും ഒക്കെ മാറുകയാണ്. യുദ്ധം വല്ലാത്തൊരു തലത്തിലേക്ക് പോവുകയാണ്. യുദ്ധത്തിൻ്റെ രീതിയും യുദ്ധത്തിൻ്റെ ഗതിയും മാറുമ്പോൾ പശ്ചിമേഷ്യ ആകെ സംഘർഷം പടരുമെന്ന അവസ്ഥയിലാണ്. എന്തായാലും ഇറാൻ്റെ സൈന്യം ഗസയിലെത്തും എന്നത് ഉറപ്പായി. ഹമാസുമായി ചേർന്ന് അവർ ഏറ്റുമുട്ടും എന്നതും ഉറപ്പായി. ഹമാസുമായി ചേർന്ന് അവർ ഇസ്രായേലിനെതിരെ ഏറ്റുമുട്ടും. ഈ റവല്യൂഷണറി ഗാർഡ് ശക്തമായ സൈന്യമാണ്. ശക്തമായ അടിത്തറയുള്ള സൈന്യമാണ് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്. ഇറാഖുമായി പണ്ട് നടന്ന യുദ്ധത്തിൽ റവല്യൂഷണറി ഗാർഡിൻ്റെ ശക്തി ലോകം കണ്ടതാണ്. ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ് വീണ്ടും ഇറങ്ങുന്നു ഹമാസുമായി ചേർന്ന് ഇസ്രായേൽ സേനയെ നേരിടാൻ.